ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് ഇതുവരെയും ചെയ്തിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന സന്തോഷ വാർത്തകൾ? ഫസ്റ്റ് തന്നെ നൈറ്റ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് സോഡ്സ്, Four of Coins, Seven of Cups, the Sun, Queen of Wands, Knight of Wands, Five of Coins, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ ലവേഴ്സ് ആണ്. സക്സസ്, ക്രിയേറ്റിവിറ്റി, പോസിബിലിറ്റീസ്, മൊറാലിറ്റി. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കമ്പാരിസൺ ആണ്. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. മറ്റുള്ളവരെങ്ങനെ കഴിയുന്നോ അത് അവർക്ക് യൂണിവേഴ്സ് കൊടുക്കുന്ന സൗഭാഗ്യങ്ങളാവാം. അത് നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ചെയ്യുന്ന കർമ്മയുടെ ഫലമായിരിക്കാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരാളിനെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. പലരും ഇവിടെ കുട്ടികളെ കണ്ട് അവർ ചെയ്യുന്നു, അവർ നന്നായിട്ട് പഠിക്കുന്നു, അവർ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നു, ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങളുടെ കുട്ടികളെ കമ്പയർ ചെയ്യേണ്ട, അല്ലെങ്കിൽ താരതമ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടേതായ ചില സ്വഭാവങ്ങളുണ്ടാവാം, നിങ്ങളുടേതായ ഹെൽത്തായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്ക് അവരുടേതായ, അല്ലെങ്കിൽ അവർക്ക് പാരമ്പര്യമായിട്ട് ആരുടെയെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ അങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങളാവും മറ്റു കുട്ടികൾക്ക് കിട്ടുന്നത്. ബുദ്ധിശക്തി ആയാലും ഏത് കാര്യത്തിലുള്ള താല്പര്യമായാലും കുറച്ചൊക്കെ ജെന്യുവിനായിട്ട് കിട്ടുന്നതാവാം. അതുകൊണ്ട്
മറ്റുള്ളവരെ നമ്മൾ കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ആരുമായിട്ടും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കുട്ടികളായാലും മുതിർന്നവരുടെ കാര്യത്തിലായാലും സ്വഭാവമൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ലവേഴ്സാണ്. കണ്ടല്ലേ, ഇവിടെ പലരും പാസ്റ്റ് ലൈഫ് കണക്ഷൻ കൂടിച്ചേരുന്നു. വിട്ടു പിരിഞ്ഞിരിക്കുന്നവർ കൂടിച്ചേരുന്ന എനർജി, അല്ലെങ്കിൽ പുതിയതായിട്ട് ചേരുന്ന എനർജി ഒക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ അകന്നിരിക്കുന്ന ദമ്പതികൾ തമ്മിൽ അടുക്കുന്ന ഒരു കപ്പിൾസ്, ലവേഴ്സ്, പാർട്ട്ണർ ഒക്കെയും ആകാം, ഫ്രണ്ട്സ് ആവാം, ആരും ആയിക്കൊള്ളട്ടെ. ഇവിടെ നിങ്ങൾ പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ കൂടിച്ചേരുന്ന ഒരു അവസ്ഥ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത്രയും ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോർഡ്സ് ആണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെ അതിനായിട്ടുള്ള നല്ലൊരു എനർജി നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് ഇവിടെ നൈറ്റ് ഓഫ് വാൺസ്, നൈറ്റ് ഓഫ് സോർഡ്സ് വന്നിരിക്കുന്നത് എനർജിയാണ്. ഈ ഒരു നല്ല എനർജി നിങ്ങൾ എന്തിനു വേണ്ടി നോക്കിയിരിക്കുന്നു? നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഇപ്പോൾ നോക്കിയിരിക്കുന്നുണ്ടാവാം. ഏത് കാര്യത്തിലായാലും വന്നു ചേരാനുള്ളത്, അല്ലെങ്കിൽ ചില വ്യക്തികൾ വന്നു ചേരാനാവാം, ചില സാഹചര്യങ്ങളാവാം, ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളുമായിക്കോട്ടെ. ജോലി നോക്കിയിരിക്കുന്നവർക്ക്, വിസ നോക്കിയിരിക്കുന്നവർക്ക്, പാസ്പോർട്ട് നോക്കിയിരിക്കുന്നവർക്ക്, ടിക്കറ്റ് നോക്കിയിരിക്കുന്നവർക്ക്, റിസൾട്ട് നോക്കിയിരിക്കുന്നവർക്ക്, ഏതെങ്കിലും ലോൺ നോക്കിയിരിക്കുന്നവർക്ക്, നറുക്കെടുപ്പ് അങ്ങനെയുള്ള ചിട്ടി കാര്യങ്ങൾ, സാമ്പത്തികം നോക്കിയിരിക്കുന്നവർക്ക്, ജോലി നോക്കിയിരിക്കുന്നവർക്ക്, ഏത് കാര്യവും ആയിക്കോട്ടെ, ഏതൊരു സാഹചര്യവും ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് വന്നെടുക്കാനുള്ള സമയമായോ എങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദൈവികമായ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏസ് ഓഫ് സോഡ്സ്, സോഡ് എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഏസ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾ പുതിയതായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു വ്യക്തത വരുന്നുണ്ട്, ഒരു ക്ലാരിറ്റി ലഭിക്കുന്ന സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഒരുപാട് കാര്യങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രയത്നിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് നോക്കിയിരിക്കുന്നുണ്ടാവാം പല കാര്യങ്ങളിലും. അവിടെ നിങ്ങൾക്കൊരു വ്യക്തത വരുന്നുണ്ട്, ഒരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ക്ലാരിറ്റി മാത്രമല്ല, അതിനായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്തു പോകാനുണ്ടോ, ബുദ്ധിപൂർവ്വം നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, പുതിയതായിട്ട് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ പല കാര്യങ്ങൾക്കും, അത് നിങ്ങൾക്ക് സാധ്യമാവുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം കൂടി വരുന്നുണ്ട്. സമ്പത്തിൻ്റെതായ ഒരു സ്റ്റെബിലിറ്റിയാണ്. അടുത്തതായിട്ട് 4 ഓഫ് കോയിൻസ് വന്നിരിക്കുന്നു. കോയിൻസ് എന്ന് പറയുമ്പോൾ അത് പെൻറ്റക്കിളാണ്. പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ അതിൻ്റേതായ ഒരു സ്റ്റെബിലിറ്റി ഇതുവരെ നിങ്ങൾക്ക് അത് ലഭിച്ചിട്ടില്ല എങ്കിൽ അതിനൊരു മാറ്റം സംഭവിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പത്തിൻ്റേതായ ഒരു മാറ്റം, അവിടെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നവർക്ക് അതിനായിട്ട് നിങ്ങളിപ്പോൾ പരിശ്രമിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു. അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക്, നിങ്ങളുടെ സാമ്പത്തികപരമായ അവസ്ഥകൾക്ക് ഒരു നല്ല മാറ്റം വരാൻ പോകുന്നുണ്ട് എന്ന് വേണം ഇവിടെ പറയാൻ. അതുപോലെ 7 ഓഫ് കപ്സ് വന്നിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെ വേണം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ലൈഫിൽ, പക്ഷേ അതിനെ എങ്ങനെ തരണം ചെയ്യണം, എങ്ങനെ അതിനെ മുന്നോട്ട് പോകണം, എന്താണ് സെലക്ട് ചെയ്യേണ്ടത് എന്നറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിൽ ഇപ്പോൾ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കാണുന്നു. കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പോൾ അങ്ങനെ വന്നാൽ തന്നെയും നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം നിങ്ങളതിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ല എങ്കിൽ തീരുമാനം മാറ്റിക്കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്കത് സെലക്ട് ചെയ്യാം. അല്ല എങ്കിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കണം. ഇത്രയും സെലക്ഷൻസ്, ഇത്രയും ഓപ്ഷൻസ് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നുണ്ടല്ലോ, അതുതന്നെ ഒരു മഹാഭാഗ്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നിങ്ങൾക്ക് മുന്നോട്ടൊരു തീരുമാനമെടുത്ത് വരാവുന്നതാണ്. അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കാൻ പാടില്ല. പലരും പല കാര്യങ്ങളിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. എന്താണ് വേണ്ടത്, ജീവിതത്തിൽ എങ്ങനെ മുന്നേറണം, കുറേ നെഗറ്റീവ് അടിക്കും, പോസിറ്റീവായ സാഹചര്യങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും അതിനെ അവിടെ നോക്കിക്കാണാതെ, അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ തിരിക്കാതെ തന്നെയും സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇവിടെ ദ സൺ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ സ്റ്റക്കായിട്ടിരിക്കേണ്ട, മുന്നോട്ട് വരൂ. പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ നിങ്ങൾക്കിവിടെ സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് അടുത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സൺ എന്ന് പറയുമ്പോൾ വളരെയധികം പ്രകാശമയമായ ഒരു ലൈഫാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഈ ഒരു പ്രകാശം നിറഞ്ഞ ലൈഫിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നതാണ്.
ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുന്നുണ്ട്. അത് വളരെയധികം സന്തോഷത്തിലും സമൃദ്ധിയിലും നിങ്ങളെ നയിക്കുന്നതാണ് എന്ന് കാണുന്നു. ആഗ്രഹിക്കുന്ന ചില വിക്ടറി ആൻഡ് സക്സസ് ആണ് പറയുന്നത്. ആഗ്രഹിക്കുക ഒരു ലൈഫിൻ്റെ തുടക്കവും ആവാം. അതുപോലെ തന്നെ നവഗ്രഹങ്ങളിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് സൺ എന്ന് പറയുമ്പോൾ. സണ്ണിൻ്റെ പ്രകാശമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്രമാത്രം നല്ല ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസ്, വിക്ടറി ഒക്കെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വീട് വാങ്ങിക്കുന്ന കാര്യമോ, വിവാഹം നടക്കാനുള്ള കാര്യം, പുതിയതായിട്ട് പ്രപ്പോസൽ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിലേക്ക് കൂടിച്ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു, അടുത്ത് വരാൻ പോകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം. അതുപോലെ തന്നെ എന്ത് ജോലിക്കാര്യത്തിലായാലും ഇവിടെ വീട്, വാഹനം അങ്ങനെയൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണ്. ഏത് കാര്യത്തിലും ഒരു പോസിറ്റീവായ റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വാൺസ് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് സമൂഹത്തിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും ജോലിക്കാരിൽ വാൺസ് ഫയർ സൈനാണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ജോലി നോക്കിയിരിക്കുന്നുണ്ടാവാം. അതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. പുതിയതായിട്ട് ടെസ്റ്റ് എഴുതാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് നോക്കിയിരിക്കുന്നുണ്ടോ, ഏത് കാര്യത്തിലായാലും സമൂഹത്തിൽ നിങ്ങൾക്ക് അത് സംബന്ധമായിട്ട് അതിനെ പറ്റി ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു. സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിച്ച് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിലൂടെ നിങ്ങൾക്ക് സക്സസ് നേടാനും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും ആദരവും പ്രശംസയും ഒക്കെ പിടിച്ചു പറ്റാനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് അടുത്തു വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതുപോലെ നൈറ്റ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേർ നല്ല ഫിസിക്കലി നിങ്ങളെ കണ്ടിഷ്ടപ്പെട്ട് ചില കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നവരുണ്ടാവാം. മനസ്സിലായില്ലേ? നിങ്ങളിൽ പലരും ഒരുപാട് സൗന്ദര്യമുള്ളവർ, ഹാൻസമാണ്, അല്ലെങ്കിൽ ബ്യൂട്ടി ഒരുപാട് കൂടുതലായിട്ടുള്ള ആൾക്കാരാവാം. അവ വളരെ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഇവിടെ. അതുപോലെ തന്നെ വിദേശത്തുനിന്ന് നിങ്ങളെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ടാവാം. നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവറാവാം. ആരും നിങ്ങളുടെ ഹസ്ബൻഡാവാം, അല്ലെങ്കിൽ വൈഫാവാം. ആരൊക്കെയോ നിങ്ങളിൽ നിന്ന് ഇവിടെ, അത് തന്നെയാണ് നൈറ്റ് ഓഫ് സോർട്സ് പറയുന്നത്. അവിടെ നൈറ്റ് ഓഫ് വാൺസ് അത്രമാത്രം നല്ല ഒരു എനർജി നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു എനർജി നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നു എന്ന് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അതുപോലെ 5 ഓഫ് കോയിൻസ് ആണ്. പലർക്കും ഇവിടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇവിടെ ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു വിഷമം എന്ന് പറയുന്നത് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉണ്ടാവൂ. അതായത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളവരുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒക്കെ ഒന്ന് പിണങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അവർ നിങ്ങളെ വിട്ടുപോകാം. കാരണം എന്താണ്? ഇവിടെ ഫിനാൻസ് പരമായ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്കിടയിൽ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിമിത്തം, അനാരോഗ്യകരമായ പ്രശ്നങ്ങൾ നിമിത്തവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആരെങ്കിലുമൊക്കെ വിട്ടുപോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിമിത്തം പോകാം, അനാരോഗ്യകരമായ പ്രശ്നങ്ങൾ നിമിത്തം പോകാം. എന്തായാലും ചിലപ്പോൾ ഡിവോഴ്സ് കേസുകളോ അങ്ങനെയുള്ള അകൽച്ച വരാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവാം, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളവിടെ സ്പിരിച്വൽ വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർഗിവ്നെസ് പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. യൂണിവേഴ്സിനോട് തന്ന സൗഭാഗ്യങ്ങൾക്ക് നന്ദിയാണ് പറയേണ്ടത്. ഇനി അത് തരണേ ഇത് തരണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. യൂണിവേഴ്സിനോട് പ്രേ ചെയ്യേണ്ടത് എപ്പോഴും യൂണിവേഴ്സ് തന്നിട്ടുണ്ട്, പല കാര്യങ്ങൾ പലർക്കും യൂണിവേഴ്സ് തന്നിട്ടുണ്ടല്ലോ, അതിനായിട്ട് നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ്. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. പിന്നെ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖകരമായ സാഹചര്യങ്ങൾക്ക് എന്താണ് പറയേണ്ടത്? ഫോർഗിവ്നെസ് പറയാം, അപേക്ഷ നടത്താം യൂണിവേഴ്സിനോട്. കാരണം എന്താണ്? യൂണിവേഴ്സ് ഇനിയും നല്ലതും തരും. എന്ത് വന്നാലും ഞാൻ സ്നേഹിക്കുന്നു, ഐ ലവ് യു എന്നാണ് പറയേണ്ടത്. എന്ത് വന്നാലും താങ്ക് യു, ഐ ലവ് യു. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയാലും അല്ലെങ്കിൽ വിപരീത ഫലമായാലും അനുകൂല ഫലമായാലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? താങ്ക് യു പറയാം, ഐ ലവ് യു പറയാം.
മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞ് നിങ്ങൾ പോസിറ്റീവായ എനർജി നിങ്ങളിലേക്ക് കണക്റ്റാക്കി എടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഇവിടെ സക്സസ് ആണ് വന്നിരിക്കുന്നത് 6 എന്നുള്ള നമ്പർ. കാരണം ഇവിടെ നവഗ്രഹങ്ങളിൽ ശുക്രഗ്രഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്, അതായത് വീനസ് ഗ്രഹത്തിൻ്റെ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? സക്സസ് ആണ്, നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ് വരാൻ തുടങ്ങുന്നു. കാരണം ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോസിറ്റീവായിട്ട് കടന്നു പോകുമ്പോൾ, അതിനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ, സ്പിരിച്വൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ് വരുന്നുണ്ട്, അബണ്ടൻസ് വരുന്നുണ്ട്. അത്രമാത്രം വളരെ നല്ല പോസിറ്റീവായ എനർജിയുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ക്രിയേറ്റിവിറ്റിയാണ് പറയുന്നത് ഇവിടെ. ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ 3 ആണ്. ഇവിടെ നവഗ്രഹങ്ങളിൽ വ്യാഴാനുഗ്രഹം, അതാണ് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നത്. അത്രമാത്രം വളരെ പോസിറ്റീവാണ് ഈ ഒരു എനർജി എന്ന് തന്നെ പറയാം. കാരണം ഭാഗ്യത്തെ തരുന്നതാണ്. ഭാഗ്യം എന്ന് പറയുമ്പോൾ എന്താണ്? ജോലി കാര്യങ്ങളിലുള്ള ഭാഗ്യം, മറ്റുള്ളവർ ഇഷ്ടപ്പെടാനുള്ള ഭാഗ്യം, മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റാനുള്ള ഭാഗ്യം, അതുപോലെ തന്നെ വീട്ടിൽ സന്തോഷം നിറയാനുള്ള ഒരു ഭാഗ്യം. അതിനും എല്ലാത്തിനും ഒരു ഭാഗ്യം വേണ്ടേ? ഏതെങ്കിലും ജോലിക്കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു സക്സസ്സിന് വേണ്ടിയുള്ള ഭാഗ്യം. ഇവിടെ അതുപോലെ തന്നെ വിവാഹം നടക്കാനുള്ള ഭാഗ്യം, പിരിഞ്ഞു പോയവർ കൂടി ചേരാനുള്ള ഒരു ഭാഗ്യം. ഏത് തരത്തിലൊരു ഭാഗ്യത്തെ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നു, അത് ആ ഒരു ഭാഗ്യം നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങളൊരു നല്ല ക്രിയേറ്റീവാണ് എന്ന് കാണുന്നു, അല്ലെങ്കിൽ ക്രിയേറ്റീവ് പവറുള്ള ആൾക്കാരാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പുഷ്പങ്ങൾ വിരിയുന്നത് എപ്പോഴാണ്? ആ ഭാഗ്യം കൊണ്ടാണ്, അല്ലേ? ക്രിയേറ്റീവ് പവർ ഉള്ളതുകൊണ്ടാണ് ഒരു പുഷ്പം നല്ല രീതിയിൽ വിടർന്നു വരുന്നത്. അപ്പോൾ അതുപോലെയാണ് നിങ്ങളിലേക്കും ചില കാര്യങ്ങൾ അടുത്തുകൂടി വരുന്നത്, സന്തോഷം വന്ന് അനുഭവിക്കാനുള്ള സമയം വരുന്നത്. അപ്പോൾ ഇവിടെ ചിലർക്ക് അമ്മയാവാൻ വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ അത്രമാത്രം നല്ല ഒരു എനർജി നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അമ്മയാവാൻ നോക്കിയിരിക്കുന്നവർക്ക് അത്രമാത്രം വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അമ്മയാവാൻ, ചിലർക്ക് അച്ഛനാവാൻ ആഗ്രഹം, അല്ലേ? അത്തരം ആഗ്രഹങ്ങളൊക്കെ ഒരുപാടുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ അമ്മയാവാനോ അച്ഛനാവാനോ, അല്ലെങ്കിൽ പ്രഗ്നൻസി സ്റ്റേജിലേക്ക് കടന്നു വരാനുള്ളത്, കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാൻ, കുട്ടികൾ പഠിക്കാനൊക്കെ മിടുക്കരായ കുട്ടികളെ കൊണ്ട് അങ്ങനെയും സന്തോഷിക്കാനുള്ള സാഹചര്യം, കുട്ടികൾ ജനിക്കാനുള്ളത്, ഇതെല്ലാമാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പോസിബിലിറ്റീസ്, മൊറാലിറ്റി കണ്ടില്ലേ? ഒരുപാട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഗുണപാഠങ്ങളുണ്ട്. ഓരോരോ തെറ്റുകൾ നിങ്ങളെ നയിക്കുന്നത് എതിലേക്കാണ്? സന്തോഷങ്ങളിലേക്കാണ് നയിക്കുന്നത്. പാഠം പഠിക്കാനാണ് ഓരോ തെറ്റുകളും നിങ്ങൾ ചെയ്ത് മുന്നോട്ട് വരുന്നത്. ഒരുപാട് തെറ്റുകൾ ആവർത്തിച്ച് തെറ്റുകൾ ചെയ്യും. പക്ഷേ പലരും ഒന്നും പഠിക്കില്ല. പക്ഷേ അവസാനം ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്നും ഒരു ഗുണപാഠം നിങ്ങൾക്ക് ലഭിക്കും, അല്ലേ? അങ്ങനെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളെ പാഠം പഠിപ്പിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ ഒരു നല്ലൊരു ലൈഫിലേക്ക് മെരുക്കിയെടുക്കുകയാണ്, അതിന് പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. ഇനിയൊരു ജീവിതം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ വരാൻ പാടില്ല. ഒരുപാട് അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു, ഒരുപാട് ചീറ്റിങ് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെയും ഇവിടെ ഒന്നും മനസ്സിലാക്കത്തില്ല. പക്ഷേ ഇവിടെ യൂണിവേഴ്സായിട്ട് നിങ്ങളെ അവസാനം നല്ല ഒരു പാഠം പഠിപ്പിച്ചിട്ട് അതിലൂടെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നിട്ട് എന്താണ്, ഇനി എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുകയാണ്, അതിനുള്ള ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കിയെടുക്കുന്ന ഒരു എനർജി ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ യൂണിവേഴ്സാണ് ഇതെല്ലാം നിങ്ങൾക്ക് തരുന്നത്. അതിനായിട്ട് നിങ്ങൾ അർഹരാണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരും. ഏതൊരു സൗഭാഗ്യവും. അതുപോലെ ഇവിടെ പോസിബിലിറ്റീസാണ് കാണുന്നത്. നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം. പല കാര്യങ്ങൾ, ചിലപ്പോൾ വിവാഹം ആലോചിക്കുമ്പോൾ ഒരുപാട് ആലോചനകൾ ഒന്നിച്ച് വരാൻ, ചിലപ്പോൾ ഒരു ആലോചന പോലും, ഒരു പ്രപ്പോസൽ പോലും വരാത്തിടത്ത് ചിലപ്പോൾ ഒരുമിച്ച് കുറേ വരാം. അല്ലെങ്കിൽ ജോലി സാധ്യതകളായാലും ഒരുമിച്ച് കുറേ സാധ്യതകൾ വരാം. പോസിബിലിറ്റീസ് ഒരുപാട് വരാം.
ഓപ്പർച്യൂണിറ്റി ഒരുപാട് വരാൻ ചിലപ്പോൾ, ഒന്നും വരാത്തിടത്ത് ഈ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അടുത്തുകൂടി വരാം. ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നത്, വന്നു ചേരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു ചേരുമ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലത് സെലക്ട് ചെയ്തെടുക്കുക. നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വൽ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. മനസ്സ് ചഞ്ചലമാണ് പലർക്കും. പല കാര്യങ്ങളും മുന്നിൽ വന്നു കൂടുമ്പോൾ മനസ്സ് ചഞ്ചലമാകാറുണ്ട്. എന്തിനാണ് അങ്ങനെ ചഞ്ചലമാകുന്നത്? അപ്പോൾ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ചഞ്ചലമാകുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, പിന്നീട് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുക, വീണ്ടും മുന്നോട്ട് നടക്കാവുന്നതാണ്. മനസ്സിലായി? നമ്മൾ നടന്ന് ചിലപ്പോൾ കാല് തളരും, കാല് വേദന എടുക്കും. അപ്പോൾ കുറച്ചൊന്ന് വിശ്രമിച്ചിട്ട് മുന്നോട്ട് വീണ്ടും നടക്കാമല്ലോ. അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. അതുകൊണ്ട് പലർക്കും സാധ്യതകൾ വരുന്നുണ്ട്, പുതിയ ജീവിതം വരുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കാനുള്ള സമയം അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിനോട് ഫോർഗിവ്നെസ് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഇതൊക്കെയാണ് ഏറ്റവും നല്ല മാർഗം, മനസ്സിന് സന്തോഷം തരുന്നത്. അതുപോലെ മെഡിറ്റേഷൻ ചെയ്യാനും ആരും ഉപേക്ഷ വിചാരിക്കരുത്. എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.